െ ഈ മതങ്ങൾക്കുള്ള ഒരു ഇരട്ടത്താപ്പാണ് കേട്ടോ. നമ്മുടെ ഇറാനിലെ ഖൊമൈനിയുടെ ഒരു ഉപദേഷ്ടാവുണ്ട്, ഷംഖാനി എന്നാണ് ആ ഒരു ചങ്ങാതിയുടെ പേര്. അയാളുടെ മകളുടെ വിവാഹം ഈ അടുത്ത് നടന്നിരുന്നു കേട്ടോ. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ വന്നത് ഏകദേശം മാറിടമൊക്കെ അല്പസ്വല്പമൊക്കെ കാണുന്ന രീതിയിൽ തലയൊന്നും മറയ്ക്കാത്ത രീതിയിലാണ് ഇദ്ദേഹം വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബോ നിഖാബോ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തല മറയ്ക്കുന്ന പരിപാടി. ഇപ്പൊ അതിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ ഒരു പെൺകുട്ടി ധരിച്ചിട്ടില്ല. ഒപ്പം വന്നിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അവരും ഇതേപോലെ ഒരു വസ്തു ധരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഉപദേഷ്ടാവായിട്ടുള്ള ഈ ഷംഖാനി എന്ന് പറയുന്ന ഈ ചങ്ങാതി, ഇയാളുടെ ഉപദേശം കൊണ്ട് മാത്രം ഏകദേശം 450ഓളം സ്ത്രീകളെ വധിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തിന്റെ പേരിൽ എന്ന് കേൾക്കുമ്പോഴാണ് ഭയങ്കര അത്ഭുതം തോന്നുക. അത് വധിച്ചിട്ടുള്ളത് ഈ ഒരു മക്കന അല്ലെങ്കിൽ ഇങ്ങനെ ഹിജാബ് നിക്കാബ് എന്നൊക്കെ പറയുന്ന അത്തരം വേഷം ധരിക്കാത്തതിന്റെ പേരിലാണത്രേ ഈ ചെങ്ങാതി കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ മറ്റുള്ള ഉപദേഷ്ടാവായത്, ഉപദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ട് 450 സ്ത്രീകളെ വധിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇത് കർമ്മ ന്യൂസ് ചാനലാണ് പുറത്തുവിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ ഒരു വാർത്ത വീണ്ടും വന്നത്. ഇങ്ങനെയാണ് അതിൽ വന്നിരിക്കുന്നത്: സ്ട്രാപ്ലെസ് ഗൗൺ ധരിച്ച് ഖമേനിയുടെ വിശ്വസ്തന്റെ മകളുടെ വിവാഹം. സ്ട്രാപ്ലെസ് ഗൗൺ ആണ്, സ്ട്രാപ്പ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ബ്രായുടെ ഒക്കെ ഒരു സ്ട്രാപ്പ് പോലെ സംഗതി ഉണ്ടാവില്ലേ, അതൊന്നും ഇല്ലാത്ത ഒരു ഗൗൺ ആണ്. നിങ്ങൾക്ക് വെച്ചാൽ ആ സൈഡിൽ ചിത്രം കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഗൗൺ ധരിച്ച് ഖമേനിയുടെ വിശ്വസ്തന്റെ മകളുടെ വിവാഹം. സ്ത്രീകളെ വേട്ടയാടുന്ന ഇറാനിലെ ഹിജാബ് നിയമത്തിൽ ഇരട്ടത്താപ്പെന്ന് വിമർശനം. അതായത് ഹിജാബിന്റെ പേരിൽ ഇറാനിൽ അതിഭീകരമായിട്ടുള്ള വേട്ടയാടലാണ് ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്. അത് ഹിജാബ് ധരിച്ചില്ലെങ്കിൽ കൊലപാതകം തന്നെയാണ്, അത് ഭീകരമായിട്ട് കൊന്നുകളയുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അവർ ആ മതവിശ്വാസമാണ് അവർ മുറുകെ പിടിക്കുന്നത്. 6ാം നൂറ്റാണ്ടിലെ അത്തരം വിശ്വാസത്തിന് ഇവർ പുറകിലോട്ട് പോയിട്ടൊന്നുമില്ലെന്നാ പറയുന്നത്. പുറകോട്ടില്ല, മുന്നോട്ടൊരു അല്പം പോലും വന്നിട്ടില്ല എന്നാ പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പൊ അവിടെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധം എന്തെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന മാത്രമാണ്. 450ഓളം പേരെ മരണത്തിന് കാരണമായ ആ ഒരു നിയമം ഈ രാജാക്കന്മാർക്കും അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊന്നും ബാധകമല്ലേ എന്നാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യത്തില് ഒരല്പം അർത്ഥമില്ലേ, അല്ലെ? ഒരല്പം നീതിയില്ലേ ആ ഒരു ചോദ്യത്തിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് പണക്കാർക്ക് ചില പ്രിവിലേജും അതൊന്നുമില്ലാത്ത പാവപ്പെട്ട വിശ്വാസികൾക്ക് വേറൊരു, അല്ലേ? ബൈ.